കരുനാഗപ്പള്ളി ജോൺ എഫ് കെന്നഡി മെമ്മോറിയൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ NCC കേഡറ്റ് റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുക്കും. കേഡറ്റ് ദുർഗ സുരേഷാണ് റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുക്കുന്നത്. NCC നേവൽ, ആർമി, എയർ ജൂനിയർ വിങ്ങുകളിൽ കൊല്ലം ഗ്രൂപ്പിൽ നിന്നും സെലക്ഷൻ നേടിയ 2 വിദ്യാർത്ഥികളിൽ ഒരാളാണ് ദുർഗ സുരേഷ്. അച്ചീവ്മെന്റ് എന്ന് പറയുന്നത് ഒരു ഗോളിലേക്ക് എത്തിച്ചേരാനുള്ള ഒരു മാർഗമല്ല, മറിച്ച് അച്ചീവ്മെന്റ്സുകൾ ഇസ് ലൈക്ക് എ ജേർണി, ഒരു യാത്ര പോലെയാണ്. യാത്രയിൽ നമുക്ക് അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ, തടസ്സങ്ങൾ, അതൊക്കെ ആ ജീവിതാനുഭവങ്ങൾ നമുക്ക് മുകളിലേക്ക് ഉയരാനുള്ള ചവിട്ടുപടിയായി കാണുന്നു എന്നുള്ളതാണ് ദുർഗയുടെ ഈ അംഗീകാരത്തോടു കൂടി ഓരോ കേഡറ്റ്സും മനസ്സിലാക്കേണ്ടത്. റിപ്പബ്ലിക് ദിന പരേഡിൽ കേരളത്തെയും ലക്ഷദ്വീപിനെയുമാണ് ദുർഗ പ്രതിനിധീകരിക്കുന്നത്. കേരള NCC കൊല്ലം 3ാം ബറ്റാലിയനിലെ അംഗമാണ്. HS വിഭാഗം കഥകളി സിംഗിൾ ഗ്രൂപ്പ് ഇനങ്ങളിൽ കൊല്ലം ജില്ലയിൽ നിന്നും 1ാം സ്ഥാനവും A ഗ്രേഡും കരസ്ഥമാക്കിയിട്ടുണ്ട്. സംസ്ഥാന കലോത്സവത്തിലേക്കും ദുർഗ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. എല്ലാം ഒരു ഡ്രീം മാതിരി പോവുക. ശരിക്കും പറഞ്ഞാൽ കലാമണ്ഡലം എന്നുള്ളൊരു കലാമണ്ഡലം കിട്ടാഞ്ഞപ്പോ തന്നെ സുധീർ സാർ വന്നിട്ട് കെന്നഡി വന്നാൽ മതി, എല്ലാത്തിനും സപ്പോർട്ടായിട്ട് കാണുമെന്ന് പറഞ്ഞ് ഇതുവരെ ഒരു കാര്യത്തിനും പിന്നോട്ട് വലിക്കാതെ എല്ലാ ടീച്ചേഴ്സും കട്ടയ്ക്ക് കൂടെ നിന്നിട്ടുണ്ട്. ഇനി അടുത്ത CK നേവൽ യൂണിറ്റിൽ നിങ്ങൾ എല്ലാവരും പോകണം. പഠനത്തിലും മികവ് പുലർത്തുന്ന വിദ്യാർത്ഥി കൂടിയാണ് ദുർഗ. കല്ലേരി ഭാഗം അമ്പാടിയിൽ സുരേഷിന്റെയും രമ്യ സുരേഷിന്റെയും മകളാണ് ദുർഗ. കാശിനാഥ് സഹോദരനാണ്. ഒരുപാട് പ്രതീക്ഷയായിട്ടാണ് ഈ ഒരു സ്കൂളിലോട്ട് സുധീർ സാറ് വിളിച്ചുകൊണ്ട് വന്നപ്പോൾ ഒരുപാട് പ്രതീക്ഷയായിട്ടാണ് വന്നത്. അതെല്ലാം ഇന്ന് ഇവിടുന്ന് ഞങ്ങൾക്ക് സാധിച്ചു കിട്ടുന്നുണ്ട്. അവളെ വിചാരിച്ചെടുത്തെല്ലാം അവൾക്ക് എത്താൻ പറ്റുന്നുണ്ട്. അതിന് വേണ്ടുന്ന എല്ലാ സപ്പോർട്ടും ഈ സ്കൂളിൽ നിന്ന് കിട്ടുന്നുമുണ്ട്. ഡൽഹിയിലേക്ക് പോകുന്ന ദുർഗയെ മാനേജർ മായ ശ്രീകുമാറും പ്രഥമാധ്യാപകൻ മുർഷിദ് ചിങ്ങോലിയും ചേർന്ന് ആദരിച്ചു. അഡ്മിനിസ്ട്രേറ്റർ ഗംഗാറാം കണ്ണമ്പള്ളിൽ, മീര സിറിൽ, പാഠപുസ്തക സമിതി അംഗവും അക്കാദമിക് കോർഡിനേറ്ററുമായ സുധീർ ഗുരുകുലം, നേവൽ ANO ശ്രീരാഗ് പതാരം, ഹാഫിസ് വെട്ടത്തേരിൽ, അക്ഷയ് ചന്ദ്രൻ, ഗോകുൽ ചന്ദ്രൻ, കുര്യനെ വൈദ്യൻ, രമ്യ തുടങ്ങിയവർ ആദരിക്കൽ ചടങ്ങിൽ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി.